രേണുസുതി തീരുന്നില്ല, തീരാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണ്ടേ? കേൾപ്പിക്കാം. അതിന് മുമ്പൊരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, എന്തായിരിക്കും ഈ ചെറുക്കം വാ തുറക്കാത്ത, ഇതുകൊണ്ടാണോ? ഇന്നലെ നോക്കുമ്പോൾ അവൻ വന്നിരുന്നുകൊണ്ട് വായത്താളം അടിക്കുന്നുണ്ട്. എന്നെ കുറേ പേര് വന്ന് പോയി, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എടേ, എൻ്റെ അമ്മത്തോ അച്ഛത്തോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ചെറുക്കൻ കള്ള് കുടിക്കുന്നത് ഭയങ്കര ഗമയായിട്ട് അവൻ വന്നിരുന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയപ്പാ. നിങ്ങളെ വീട്ടിലെ കൊച്ച് കള്ള് കുടിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ഗമയായിരിക്കും. എൻ്റെ വീട്ടിലെ കൊച്ച് കള്ള് കുടിക്കുന്ന എനിക്ക് വലിയ ഗമയൊന്നുമല്ല. പിന്നെ കഴിക്കുമോ ഇല്ലയെന്നൊക്കെ ചോദിച്ചതൊരു വലിയ പ്രശ്നമാണെന്ന് വെച്ചിട്ട് വൈനൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. കള്ളു കുടിക്കുമെന്ന് അഭിമാനബോധം വന്നിരുന്ന് പറയുന്നവർ തന്നെ ഞാൻ ആദ്യം കാണുകയാണ്. അത് മാത്രവുമല്ല, അവൻ്റെ വയസ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 32 വയസ്സുള്ള ചെറുക്കനാണ്, അത് ഓർത്തോണം. അതൊരു വലിയ കുറ്റമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ഫസ്റ്റ് ക്ലാസ് ഇൻഫ്ലുവൻസറാണ്. നിങ്ങളെ പോലെ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ അമ്മയായതുകൊണ്ട് തന്നെ പറയുന്നത്, ആൺമക്കളാണെന്ന് പറഞ്ഞാൽ അവർ കള്ളു കുടിച്ചാലേ മെച്യൂർ ആകുള്ളൂ എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പയ്യൻ എന്തുകൊണ്ടാണ് ഇവൾക്കെതിരെ പറയാത്തെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ്റെ ഈ കള്ളുകൂടി പ്രശ്നവും ഇവൻ്റെ 2 കേസിൻ്റെ കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് ആണെന്ന്. ഇതൊന്നും അല്ല കേട്ടോ, പിടിച്ചതൊന്നുമല്ല, അതിനെക്കാട്ടി വലിയത് മാളത്തിൽ ഇരിക്കുക. അതെല്ലാം പോട്ടെ. എനിക്ക് വന്ന 2-3 കമൻസ് നമുക്കൊന്ന് വായിക്കാം. ഈ കമൻസ് കൂടെയാണല്ലോ നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ടാവുക. കമൻസ് ഒന്ന് വായിക്കാം. എൻ്റെ പൊന്നു താത്തേ, എന്തോ നിങ്ങളൊക്കെ ചേർന്ന് കിച്ചുവിനെ മിണ്ടാതിരുന്ന ആ മോനെ കൊണ്ടുവരെ പറയുകയാണല്ലോ. ആണോ, മിണ്ടാതിരിക്കുമായിരുന്നോ കൊച്ചു ചെറുകൻ? നിങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലാണോ പണി? എൻ്റെ പൊന്നു മോളെ, എൻ്റെ കുറ്റമല്ലേ ഇപ്പം ഈ പറയുന്നത്? അനക്ക് എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഞാൻ കുറ്റം പറയുമ്പോഴാണോ അനക്ക് കുഴപ്പം? അത് കൊള്ളാം. ഞാനും എൻ്റെ കൊച്ചു ലോകവും. നിൻ്റെ കൊച്ചു ലോകം കൊണ്ട് വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോരെ പെണ്ണേ? നീ എന്തിനാ എൻ്റെ പിറകെ നടക്കുന്നത്? പെണ്ണാണ് എന്തരാ എന്തോ. നിങ്ങൾക്ക് രേണുവിനെ കുറ്റം പറയാൻ എന്ത് അധികാരമാണുള്ളത്? അത് ശരി, ഇനിയിപ്പോൾ അവളെ കുറ്റം പറയണ അധികാരമൊക്കെ വേണമായിരിക്കും. അതെനിക്കറിയത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ ഉത്തരം പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈ ഇലക്ഷനിൽ നിന്നിട്ടൊന്ന് ആലോചിക്കാം. രേണു ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ. അങ്ങനെ പറയരുത്. ദ്രോഹമേ അവളെ കൊണ്ടുള്ളൂ, ശല്യം. സ്വന്തം ഇഷ്ടത്തിന് ജോലി എടുത്ത് ജീവിക്കുന്നു. ഞാൻ നിങ്ങൾ ആരാൻ്റെ കുറ്റം കണ്ടുപിടിച്ച് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി നടക്കുന്നു. തെളിവുകളില്ലേ? അപ്പോൾ ചെക്കൻ ഇട്ട വീഡിയോ കണ്ടില്ലേ മോള്? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ചെക്കൻ അവിടെ വന്നിരുന്ന് പറഞ്ഞത്. നിങ്ങളെക്കാൾ ഒക്കെ എത്രയോ ഭേദമാണ് രേണു. നല്ല കാര്യം, ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഞാൻ ഇത് കുറഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ ആ ഫോൺ കോൾ കൊണ്ട് മാത്രമാണ് ആ കൊച്ച് ലൈവ് ചെയ്യേണ്ടത്. അപ്പോൾ കൊച്ച് ലൈവ് ചെയ്തത് കണ്ടിച്ചേച്ചി. വീണയും കുറച്ച് രേണു വിരോധികളും ചേർന്ന് കിച്ചുവിൻ്റെ അച്ഛനെ മോശക്കാരനാക്കാൻ നോക്കുന്നു. ഏത് മകനാണ് ഇതൊക്കെ ഇഷ്ടമാകുന്നത്? സുധി മരിച്ചു, ഇനി അയാളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയാൻ നാണമില്ലല്ലോ. നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ട് ആർക്ക് PSC പരീക്ഷ എഴുതാനാണ്? നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ വിഷയം ഇതാണെന്ന് അറിഞ്ഞിട്ടല്ലേ? താത്ത മാന്യമായി വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ആരാൻ്റെ കണ്ണീര് കുടിച്ചിട്ട് വേണം നിനക്കൊക്കെ കഞ്ഞി കുടിക്കാൻ. എങ്ങനെയുണ്ട് കുറെ ടോക്സിക് അവതാരങ്ങൾ, നാണമില്ലാത്ത വർഗം. ഇത്രയും എന്നെ തെറി വിളിച്ചപ്പോൾ അവക്കൊരു സമാധാനം. നല്ല കാര്യം. എടി, നീ നല്ലോളടി ഞങ്ങളുടെ കൊച്ചു ലോകമേ. പോട്ട്, അടുത്തത് കേൾക്കാം. ദീപയുടെ രേണുവിനെ ഈ നിലയ്ക്കാക്കിയത് യൂട്യൂബേഴ്സാണ്. നിങ്ങൾ എത്ര നെഗറ്റീവ് ആക്കുന്നുവോ അത്രയും ഏറിൽ പോകുന്നുണ്ട് നമ്മൾ. ദയ അച്ചു പറയുന്നത് കേട്ട് പറയാൻ നിൽക്കരുത് കേട്ടോ. അവളുടെ കാര്യം നിങ്ങൾക്ക് അറിയാനിട്ടാ. അവളെക്കാൾ എത്രയോ നല്ലതാണ് രേണു. കറുത്തമുത്ത് സീരിയലിലെ പ്രദീപ് ചന്ദ്രൻ എന്ന് പറഞ്ഞപ്പം തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ നിന്ന് ദയയെ പൊക്കിയതാണ്. അവളാണ് രേണുവിനെ കുറ്റം പറയുന്നത്. രേണു അങ്ങനെ പോയില്ലല്ലോ. അതിലേക്ക് ഞാൻ വരാം കേട്ടോ. ഭർത്താവിനെയും 2 മക്കളെയും കളഞ്ഞിട്ട് കായി പല വഴിക്ക് ഒക്കെ പോയ ദയ ലൈവിൽ വന്നിട്ട് ഇതാണ്. ദയയുടെ മോൻ പെണ്ണ് കെട്ടി മരുമോൾ പ്രസവിച്ചു, ദയ അച്ചമ്മ ആയി. പേരക്കുട്ടിയെ പോയി കാണാൻ പറ. രേണുവിൻ്റെ കാര്യം പറയും തോറും അവൾ എയറിലാണ്. ഉയരം കൂടും തോറും കടുപ്പം കൂടും. കണ്ണൻ ദേവൻ തേയില. അതുപോലെയാണ് രേണു. അവളെക്കുറിച്ച് വീഡിയോ ഇടൽ എന്ന് നിർത്തുന്നുവോ അന്ന് അവൾ താഴെ വരും. അനാഥ മന്ദിരം കേസ് എന്തായി? നിങ്ങളെ പോലെ അനാമിക കേസ്, നിങ്ങളുടെ പേരിൽ അനാമിക കേസ് കൊടുത്തു എന്ന് പറയുന്നു. 22 ചാനലുകളുടെ പേരിൽ എന്തായി? അത് വിട്ടോ ഇപ്പോൾ? ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു, അനാമിക വിഷയം. അത് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. ഞാൻ എങ്ങും ഒന്നും വിട്ടിട്ടില്ല. എൻ്റെ പേർക്കാരും കേസും കൊടുത്തിട്ടില്ല. കൊടുത്താലും അവിടെ നിറയ്ക്കാൻ പോകുന്നില്ല. ഓക്കെ. അടുത്തത് ശ്യാമയുടേത്. ഈ ചെറുക്കൻ അത്ര നിഷ്കുവാണെന്ന് തോന്നുന്നില്ല. എന്തും തൊടാതെ ഞാൻ അടിച്ച് റീച്ച് പിടിക്കുന്ന ടൈപ്പ്. വച്ച് കിട്ടിയ വീട് അവന് കംഫർട്ട് അല്ലെന്ന്. വച്ചു കൊടുത്തവർ വലിച്ച്. അവനെ നോക്കാൻ അച്ചമ്മയും കുടുംബവും അന്നും ഇന്നുമുണ്ട്. താമസിക്കാൻ വീടുമുണ്ട്. കുറേ എണ്ണം ഈ ലോക്കലുകൾക്ക് സെലിബ്രിറ്റി പരിവേഷം കൊടുത്തു.
പൊക്കി എവിടെയോ കൊണ്ടുവച്ചു. പെണ്ണും തണ്ണിയും ആയി നടന്ന ഒന്നാം തരം അലമ്പുകളാണെന്ന കാര്യം ആരും ഗവനിച്ചില്ല. രേണു പരസ്യമായി കണ്ടില്ലേ കാണിക്കുന്നത്. അപ്പോൾ ഭൂതകാലം ഇതിൻ്റെ കൂര കയറി വേർഷൻ ആയിരുന്നിരിക്കും. കിച്ചു നേരെ നോക്കി വ്യക്തമായി സംസാരിക്കില്ല. കള്ള ലക്ഷണം, കൂടെ ഒരുത്തന്നിരുന്ന് തർജിമ, എന്തൊക്കെ കാണണം. ശ്യാമയുടെ കമൻറ്റ് ആപ്റ്റാണ്, അത് കൃത്യമായ അനലൈസേഷനാണ്. ഞാൻ അതിനകത്ത് സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും അത് കുറേ വ്യക്തികൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പലരോടും ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അച്ഛനായാലും അമ്മയായാലും അവരുടെ മോശം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെന്നും എൻ്റെ തെറ്റുകൾ തിരുത്തി ഞാൻ മുന്നോട്ട് പോവുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്ന മോശം സിറ്റുവേഷൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അച്ഛനായാലും അമ്മയായാലും അവരെ ഏർപ്പെട്ട മോശം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പു തരുന്നു എന്നും രേണു അമ്മ ഒരു വ്യക്തിയാണെന്നും എൻ്റെ സ്വന്തം അമ്മ അല്ല എന്നും അതുകൊണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമില്ല എന്നും ഇങ്ങനെയൊക്കെയാണ് ലൈവിൽ പറഞ്ഞിരുന്നതെങ്കിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തേനെ എന്ന് ഈ 4 കമൻറ്റാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ 4 കമൻറ്റിൽ ആ ഫൈനൽ വന്ന 2 കമൻറ്റാണ് എൻ്റെ ഭാഗം. കിച്ചുവിന് അങ്ങനെ പറയാമായിരുന്നു, ഞാൻ ഇതിനകത്തില്ല, അച്ഛനും അമ്മയും ചെയ്യുന്നതിനൊന്നും എന്നെ പറയരുത് എന്ന് പറയാമായിരുന്നു. പക്ഷേ ചെറുക്കൻ അച്ചസട അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ സംതിങ് ഫിഷി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കള്ളു കുടിച്ച ശേഷം ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു. അത് സത്യമാണ്. അതെന്തിനാ പറയുന്നേ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിലിട്ടത്. ആ ധാർഷ്ട്യം അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്, ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. അതൊക്കെ പ്രസ്റ്റീജും പ്രിവിലേജും ആയിരിക്കാം. എനിവേ, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഇവരുടെ മൂലം താങ്ങിക്കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വോയിസ് കേൾക്കാം. ഇത് വീണ, അതായത് സുധിയുടെ അറിയപ്പെടുന്ന 2ാമത്തെ ഭാര്യ. അറിയാത്ത എത്ര ഉണ്ടെന്നും നമുക്ക് ലിസ്റ്റില്ല, ലിസ്റ്റ് ഭയങ്കര നീളത്തിലാണ്. ആ പെണ്ണിനെ പ്രൊവോക്ക് ചെയ്ത് അവളെ വായിരിക്കണം അത്രയും കേട്ട് പിടിക്കും. സുധിയുടെ കെട്ടിയോളും സുധിയുടെ ഇപ്പോഴത്തെ കുട്ടിയോളും ഒക്കെ എല്ലാം കൊണ്ടും കൊള്ളാം. മൊത്തത്തിൽ ഇത് പറയാൻ തന്നെ വലിയ ചരിത്രങ്ങളാണ്. പലരും പറയാൻ പേടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. സുധിക്ക് രേണുവിന് മുൻപ് രതീഷ് എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു എന്നും ആ പ്രണയത്തിൻ്റെ ഡീറ്റെയിലുമായി രതീഷ് രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോ ഒരു മീഡിയയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതെടുക്കുന്നില്ല, ഒരു വോയിസ് കേൾക്കാം. എനിക്ക് 1-2 കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ പിച്ചുനെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ എന്നോടൊന്ന് പറയണം. പിച്ചുനെ കുറിച്ച് എന്താണ് ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞ പുള്ളി നോട്ടീസ് ചെയ്യില്ല, മറ്റു മറന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രേണുവിനെ അമ്മയായിട്ടല്ല കാണുന്നത്, മറ്റേ കാണുന്നത്. അതുകൊണ്ടാണ് അവനെ കൊല്ലത്തിൽ നിർത്തിയിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു. പിന്നെ ബൈക്കിൽ നിന്ന് പോയി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, പിന്നെ കാർ മാത്രമേ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കാർ നന്നാക്കത്തില്ല കിടക്കുന്നത്. നമുക്കൊരു അന്വേഷണമില്ല കിടക്കുന്നതൊക്കെ. ഇത് ആരോടാണ് പറഞ്ഞത്? ഈ രേണു ആരോടാണ് പറഞ്ഞത്? എന്റെ കൂടെ വന്നല്ലേ, ഞാൻ പറയല്ലേ, പുള്ളിക്കാരൻ വന്നതല്ലേ എന്റെ കൂടെ. ഫ്രണ്ടിനോടെയാണ് പറഞ്ഞത്. പിന്നെ ഈ പ്രതീഷിന്റെ കാര്യം പറഞ്ഞത് എന്തുവായിരുന്നു? പ്രതീക്ഷ അങ്ങനെ പുള്ളിക്കാരൻ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആളറിയത്തില്ലേ, ആ ഫോട്ടോ ആയിട്ട് പെട്ടെന്ന് കളഞ്ഞില്ലേ പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെ പറയില്ല, ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പ്രതീക്ഷ അവളുമായിട്ട് ഇഷ്ടമായിരുന്നു. അതിപ്പോ തന്നെ അത് ഏതൊക്കെ ഒരു വർഷത്തെ പിന്നെ നിങ്ങളോട് ഇവിടെ എന്തുവായിരുന്നു ചോദിച്ചത്? കല്യാണം കഴിക്കാന്നോ? അല്ല, അങ്ങനെ ഒരു ഇതായിരുന്നു പുള്ളിക്കറിക്ക്. ഞാൻ പറഞ്ഞ അങ്ങനെ പൈപ്പ് നാട്ടിലാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ പുള്ളിക്കാരത്തി വരും. പ്രതീക്ഷ വരുന്ന പ്രതീക്ഷ ഉണ്ടാവുന്ന ചോദിച്ചു. ഞാൻ ഓട്ടം പറഞ്ഞു, ഇഷ്ടം പറഞ്ഞു. ഈ രേണുവിന്റെ ചേച്ചി എന്തുവാണ് പറയുന്നത്? വേറെ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളോട് ഇത്രയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുധിച്ചേട്ടന്റെ ഫോട്ടോയുടെ കാര്യം എന്തോ അവള് പറഞ്ഞേ? ഞാൻ ഫോട്ടോ എഡിറ്റ് കൊടുത്തായിരുന്നു. ഫോട്ടോ എഡിറ്റ് കൊടുത്തു. സുധിച്ചേട്ടന്റെ അവളുടെയും കൂടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തു. കല്യാണ ഫോട്ടോ കല്യാണ ഫോട്ടോയ്ക്ക് കൊടുത്തു.
അപ്പൊ അത് അവർക്ക് കാണാൻ ഇഷ്ടമില്ല. പിന്നെ ഈ കാര്യം ഇത് ഓർക്കുവാൻ എനിക്ക് പറ്റത്തില്ല. അതല്ല എനിക്ക് കഴിഞ്ഞ മറന്ന ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഓർക്കരുത്, ഓർമ്മ പറഞ്ഞത്. പിന്നെ അവളീ ചാനൽ മൊത്തം എന്റെ സുധിച്ചേട്ടന്റെ സ്പ്രേ, എന്റെ സുധിച്ചേട്ടന്റെ ഉടുപ്പ് ഇതൊക്കെ കാണിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിട്ടാ? റീച്ചിന് വേണ്ടിയിട്ടാ. അവിടെ എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ സുധിച്ചേട്ടന്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അവർക്ക് റീച്ച് ആകാനും വേണ്ടിട്ടല്ലേ? പേര് വെച്ച് കുടിക്കുന്ന ആളെ വേണ്ടി മാത്രമായിട്ടുള്ള ഞാൻ ഈ രതീഷ് എന്ന് പറയുന്ന പുള്ളിയുടെ കാര്യം ഞാൻ ഓൾറെഡി അറിഞ്ഞതായിരുന്നു. സുധിച്ചേട്ടനെ പോലെയാണ് നിങ്ങൾ വെറും മോശമാണ്. നിങ്ങളെ ഈ വീട്ടിൽ പേര് വെച്ചിട്ടുള്ള കാശിന്റെ മോശമാണോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോശമാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ വെച്ച് നിങ്ങളെ കാശിന്റെ കുറെ കാശുണ്ടാക്കില്ല. നീ ആർക്ക് വേണമെങ്കിലും കൊടുത്തു എനിക്കൊരു ചുക്കുമില്ലെന്ന്. ഒന്നുമില്ലെന്നാണ് അവർക്കല്ലെങ്കിൽ എന്താ ഉള്ളത്? നിനക്കൊരു സ്വഭാവം നീ ആരും റിപ്പോർട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു സ്വഭാവം. ഈ പറയുന്ന വ്യക്തിയുമായിട്ട് പ്രണയമായിരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ടുപേരുടെ തല്ലി പിരിഞ്ഞു പോയതിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നീ ആർക്ക് വേണോ കൊണ്ടു കൊടുത്തു, എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പുള്ളിക്കാരനോട് അവൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട കമൻറ്റുകളുടെ അടുത്താണ്, ആ പയ്യൻ കള്ളു കുടിച്ചും തോന്നിവാസം അടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് വിലക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് തന്നെയാണ്. കാരണം ആ ചെറുക്കൻ ആരും ഇല്ലാതെ നടക്കുകയാണ്, ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഇനി ആ പയ്യൻ എന്തുകൊണ്ട് വാ തുറക്കാത്തതെന്ന് പറഞ്ഞാൽ കേസുള്ളത് കൊണ്ടോ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. പെറ്റ തള്ളയായിട്ടോ അല്ലെങ്കിൽ വളർത്തു തള്ളയായിട്ടോ രേണുവിന് അവൻ കൺസിഡർ ചെയ്തിട്ടില്ല. അവൻ അവിടെ പോകാറില്ല, അവൻ പോയാൽ തന്നെ അവൾ മൈൻഡ് ചെയ്യാറില്ല, അവൾ ഉള്ളപ്പോൾ അവിടെ പോകാറില്ല, നോട്ടം ശരിയല്ല എന്ന് ഞാനല്ല പറഞ്ഞത്, രേണു പറഞ്ഞു എന്ന് തന്നെയാണ് അവളുടെ മുൻ കാമുകൻ പറയുന്നത്. നേരത്തെ ഒരു വിവാഹം, അതിനുശേഷം കാമുകൻ, അതിനുശേഷം ഇത് മൊത്തത്തിൽ എന്തുവാ ഈ വിഴുപ്പലക്കലിനെ നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര വേദനിക്കുന്നത്? ഇവക്ക് വക്കാലത്ത് പറയുന്നവരുണ്ടല്ലോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള തൊഴുമ്പുകെട്ട ജീവിതങ്ങൾക്കാണല്ലോ ഇവിടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുക. ഏറ്റവും മോശപ്പെട്ട് നടക്കുന്നവർക്ക് സപ്പോർട്ട് കിട്ടേണ്ട ഒരു പെരുമഴയാണ്, ഒന്നും പറയാനില്ല. ഈ വിഷയത്തിൽ ആ പയ്യൻ എത്രത്തോളം പ്രതിസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് അവൻ മിണ്ടാത്തത്. അവൻ മിണ്ടിയ ഇവള് ആ കുറ്റച്ചാട്ടം കൊണ്ട് ഇറങ്ങും. എന്നെ അവൻ മറ്റൊരു രീതിയിലാണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ പറയും. അത് അവൻ അറിയാം. അതുകൊണ്ടാണ് അവനെന്താ മുഖത്ത് നോക്കി സംസാരിച്ചാൽ ഒരു കമൻറ്റ് കണ്ടിരുന്നില്ല, അതിനകത്ത് കൃത്യമാണല്ലോ. മുഖത്ത് നോക്കി സംസാരിക്കില്ല അവൻ, നേരെ പറയത്തില്ല. പിന്നെ കള്ളു കുടിക്കുന്നത്, ഞാൻ കള്ളു കുടിച്ചിരുന്നു, ഞാൻ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ഇത് അഭിമാനമാണോ? നിങ്ങൾക്ക് അഭിമാനമായിരിക്കും, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ആരുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ അപമാനമായിട്ടാണ് തോന്നുക. ഒരു തെറ്റല്ല, ഒരിക്കലല്ല, 2 വട്ടം 3 വട്ടം ആയിട്ടുണ്ട്. അത് പിന്നെ ഏതോ ഒരു യൂട്യൂബർ പറയുന്നുണ്ട് ഡ്രഗ്സിൻ്റെ കാര്യം. ഡ്രഗ് എന്ന് പറഞ്ഞാൽ MDMA മാത്രമല്ല, ഡ്രഗ് ഓൾ തിങ്സ് റിലേറ്റഡ് എല്ലാം ഡ്രഗ് തന്നെയാണ്. അത് ഈ പരുവത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പാടില്ല. ആ ചെറുക്കൻ പഠിക്കട്ടെ, അതല്ലേ വേണ്ടത്. മറ്റുള്ളവരുടെ ദയവിൽ ജീവിക്കുന്ന ഒരു ജീവിതമല്ലേ, അതിനെ ഉത്തരവാദിത്വപൂർവ്വമായി അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് കൃത്യമായി പഠനം നടത്തി ഒരു ജോലി കയറിയിട്ട് പിന്നെ കുടിക്കട്ടെ, കുഴപ്പമില്ല, അവരുടെ സ്വന്തം കാശല്ലേ, കുടിച്ച് മറിക്കട്ടെ, അതിനെ ആർക്കെന്ത്. പക്ഷേ ഇത് മറ്റുള്ളവരുടെ സഹായഹസ്തം നേടി അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി നിൽക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു വിലയുണ്ട്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അവർ നശിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയാണ് പറഞ്ഞത്, അത് മനസ്സിലാകുക. ഇപ്പം ഞാൻ സഹായിച്ചതെന്ന് വെച്ചാൽ സൗകര്യമില്ല ഇതിനെയൊക്കെ സഹായിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പറയും. കുറേ പേരെ സഹായിച്ചതിൻ്റെ കൂടുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി സഹായം എന്ന് പറഞ്ഞ ഒരെണ്ണം ഇങ്ങോട്ട് വരണ്ട, അതിൻ്റെ ഒന്നും കാര്യമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ എല്ലാ NGOസും നിർത്തി വയ്ക്കണം. ഒരാൾക്കും ഒന്നും കൊടുക്കരുത്, അവനവനുണ്ടെങ്കിൽ നല്ലത്. മറ്റുള്ളവനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഈ പൊതുസമൂഹം നിർത്തി വയ്ക്കുമ്പോൾ ഈ കുത്തിക്കഴപ്പത്തിൽ നമുക്ക് എത്ര അനുഭവങ്ങളായി. ജിഷയുടെ അമ്മ വലിയൊരു പഠിത്തമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് 50 ലക്ഷം രൂപയുടെ വീട് കൊടുക്കാൻ പറ്റിയ ചളുക്ക് കണ്ടില്ലേ? അവന് തന്നെ 4 മാപ്പിള 4 പെണ്ടാട്ടി, അവക്ക് 4 മാപ്പിള, അവൻ പെറ്റ തള്ളയെ പോലും ഇങ്ങനെ നോക്കുന്നു, മീൻസ് വളർത്തു തള്ളയെ പോലും ഇങ്ങനെ നോക്കുന്നു. ആകെ മൊത്തം തൊഴുമ്പ് കെട്ട ഒരു കുടുംബവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കഥകൾ കേട്ട് വയ്യാണ്ടായിട്ടുണ്ട്. അനി അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഏതൊരു ചാനലിൽ വന്ന് മുഖം കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇതൊക്കെ നുണയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുക്കണ്ടേ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പം ഞാനിത് പബ്ലിഷ് ചെയ്ത ഉടനെ എല്ലാവരും പറഞ്ഞു, ഇപ്പം എനിക്കെതിരെ കേസ് വരുന്നു. ഉണ്ടയാണ്, തെളിവില്ലാതെ നമ്മളിതൊന്നും പറയത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഒരു കാര്യവും വിത്തൗട്ട് എവിഡൻസ് ഈ ഭാഗത്തുനിന്ന് വരത്തില്ല. തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവതരിപ്പിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അതിന് പോകത്തില്ല എന്നുള്ളത്. ഇത് എനിക്ക് കിട്ടിയത് ഒരു ജെന്യൂൻ സോഴ്സിൽ നിന്നാണ്. വോയിസുകൾ നിങ്ങൾ കേട്ടില്ല, ഞാനിതുണ്ടാക്കിയെന്ന് പറയരുത്, വീണയുടെ സ്വരമാണ് നിങ്ങൾ കേട്ടത്. അപ്പുറത്ത് നിന്ന് സംസാരിച്ചത് രതീഷാണ്. രതീഷ് എന്ന് പറയുന്ന ആളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വേണമെങ്കിൽ ഞാനിവിടെ കുറച്ച് ചേർത്ത് വയ്ക്കാം, കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. കള്ളമെന്ന് പറഞ്ഞ് എന്നെ എനിക്കറിയാവുന്ന ആളാണ്. സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണു. ഇപ്പോൾ രേണു കാരണം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട്. ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ രേണുവിൻ്റെ അച്ഛനാണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരാൻ വന്നത്. പിന്നെ വൈകിട്ട് അന്ന് വൈകിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ഒത്തിരി തവണ രേണു ചേട്ടൻ. ഈ രേണു സ്വീറ്റ് ഉള്ള സമയത്ത് രേണുവിന് പൈസ കൊണ്ട് മൊത്തം അടിച്ച് തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. കള്ളമെന്ന് പറഞ്ഞ് എന്നെ എനിക്കറിയാവുന്ന ആളെയാണ് അടിക്കാൻ വെച്ചത്, എന്നെ അടിക്കാൻ വേണ്ടി വേറെ ആളുടെ പറഞ്ഞ്. അത് നമ്മൾ ട്രൂപ്പിൽ വരയ്ക്കുന്ന പുള്ളിക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, സത്യം അറിയാമെന്നുള്ളവർക്ക് ഇതിന് മുന്നിട്ട് പറയാൻ പറ്റില്ല, അവരെങ്ങനെ ജീവിച്ചു പോകണമെന്നറിയാം. പിന്നെ ആവശ്യമില്ലാത്ത നമ്മളെ പൈസ വെച്ച് ഇപ്പം അമ്മയെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരുടെ ഫോണിൽ ഒരു നമ്മൾ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. അപ്പോൾ അത് കള്ളം പറഞ്ഞാലും ചോദിച്ചു ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല പുള്ളിക്കാരിക്ക്. പിന്നെ എൻ്റെ പറഞ്ഞ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴേ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ട ഗവൺമെൻറ് നമ്മളല്ലോ ജോലി കിട്ടേ. അങ്ങനെ ഞാൻ അങ്ങനെ ഈ പുള്ളിക്കാരി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കുവാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അല്ല, അവർ വട്ടാന്നാണ് ചോദിക്കുന്നത്. ചേട്ടൻ ഒരു സഹായമായിട്ടല്ല കടമായിട്ട് തന്നെ കൊടുത്തത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു പരിചയം ഉണ്ടാവുന്നത്? സുധീട്ട തമ്മിലുള്ള പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ സുധീർ ചേട്ടനുള്ള സമയത്തെ പരിചയം. അപ്പോൾ ഈ മരിച്ച സമയത്തൊക്കെ അവിടെ പോവുകയൊക്കെ ചെയ്തു? അല്ല, മരിച്ച സമയത്ത് പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയ സമയത്ത്. പിന്നെ നമ്മൾ രണ്ട് ഓരോ പഠിക്കുന്ന ചേട്ടൻ എപ്പോഴും പറയും ഒരുമിച്ച് കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ മോൻ എന്നെ കാണുന്നു, എൻ്റെ ഫോട്ടോ മോൻ കണ്ടുണ്ട്. അപ്പം മോൻ എന്നെ കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ അച്ഛനെ കാണുമെന്ന് പറഞ്ഞു, പാമ്പാടിയിൽ. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ പറഞ്ഞു. യെസ്, ആ പുള്ളിയാണ് ഈ പുള്ളി. അപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടിയില്ലേ? ഇത് തന്നെയാണ് സംഗതി. അത് പുള്ളി വളരെ വിശദമായിട്ട് ആ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപ അവിടെ പോയി കണ്ടുകൊള്ളൂ. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങളുടെ മകൻ എങ്ങനെ? എൻ്റെ മകൻ ഇങ്ങനെയൊന്നും നടക്കുന്നില്ലപ്പാ, തൊഴിമ്പ് കേട്ട് ജീവിക്കുന്നതുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്തെങ്കിലും ഒരു രീതിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഓർമ്മയുണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാകരുത്, എൻ്റെ അച്ഛന് നാണക്കേട് ഉണ്ടാകരുത്, എൻ്റെ അമ്മ അങ്ങനെ മരിച്ചു പോയതാണ്, അപ്പം ഞാൻ ആ സ്ത്രീക്ക് നാണക്കേട് ഉണ്ടാക്കി കൊടുക്കരുതെന്നുണ്ട് ഒരു സാമാന്യബോധം എൻ്റെ മക്കൾക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്ത് നടക്കും നമുക്ക് പറയാനൊക്കത്തില്ല. ഏതായാലും ആ ചെറുക്കൻ കാട്ടണത് മുഴുക്ക അട്ടർ ഫേക്കാണ്. നമ്മൾ ഒരാളുടെ ഫേസ് കൊണ്ടോ മിണ്ടാതെ നടക്കുന്നതുകൊണ്ട് നല്ലവനാണെന്ന് ധരിക്കരുത്. അവൻ്റെ നന്മ എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? സ്വന്തമായിട്ടിരുന്ന് അങ്ങ് തകർത്ത് പറയുകയാണ്. എന്താണ്? ഞാൻ കുടിച്ചു, ഞാൻ കള്ളിഷാപ്പിൽ കയറി, എല്ലാവരും ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി. ഈ മദ്യം സേവിച്ചവർക്കൊക്കെ അറിയാം, ടേസ്റ്റ് നോക്കുന്നവർക്ക് ആദ്യത്തെ അനുഭവം എന്താണെന്ന്, ആദ്യമായിട്ട് കുടിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് തല പൊങ്ങാകത്തില്ല. പിന്നെ ആ ടേസ്റ്റ് നോക്കിക്കൊണ്ട് ഇയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ പോലീസ് പിടിച്ചു. 1 വട്ടോ 2 വട്ടോ ഒക്കെ പോലീസ് പിടിച്ചു. അതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ മക്കാലത്ത് പറഞ്ഞു വരുന്നവർക്ക് സ്വല്പം ഉളുപ്പ് വേണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല ആ കുട്ടി ഉള്ളതെന്ന് കൂടെ മനസ്സിലാക്കുക. കഷ്ടപ്പെട്ട് മനുഷ്യരുടെ അത്യധ്വാനത്തിൻ്റെ പങ്കിൽ ഒരു പങ്ക് കൊടുത്ത് ഒരു വീട് വെച്ച് കൊടുത്താൽ അതിനെ ഒരു മര്യാദ പോലും ഭാവിക്കാതെ പോക്കൃത്തരം മാത്രം പറയുന്ന ഈ കൂട്ടത്തിനെ ഇതിനപ്പുറം പറയാനാണ് താല്പര്യം. എന്തെങ്കിലും പറയും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തായാലും നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ പിന്നിലെന്നുള്ളത് വസ്തുതയാണ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. ചെറുക്കൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ കയ്യിൽ കൊസറാക്കൊള്ളി ഉണ്ട്. ഈ പെണ്ണിനെ ഇതിനും മാത്രം എന്തരാണ്